Hi friends, welcome back to my channel. ഇന്ന് ഞാനൊരു ടൊമാറ്റോ മസാല മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയ മസാല മുറുക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി മാത്രമാകുമ്പോൾ മുറുക്ക് കടിക്കാൻ പറ്റില്ല, നല്ല ഉറപ്പുണ്ടാവും. അപ്പോൾ കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ അധികം എടുക്കുന്നുണ്ടെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അയമോദകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം, അത് ഓപ്ഷണലാണ്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയുടെ പേസ്റ്റ് കുറച്ചായി ഇട്ടുകൊടുത്ത് കുഴച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും കൂട്ടണ്ട, തക്കാളിയുടെ പേസ്റ്റോടെ തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. കുറച്ച് തക്കാളിയുടെ പേസ്റ്റ് കൂട്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം. കൈവച്ച് തന്നെ നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇത് കയ്യിലൊന്നും ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മുറുകാൻ പാടില്ല, കുറച്ച് ലൂസിൽ തന്നെയാണ് വേണ്ടത്. എന്നാലേ സേവനായിലൂടെ മുറിഞ്ഞു പോവാതെ കിട്ടുകയുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി മുറുക്കിൻ്റെ ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സേവനായി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാറിൻ്റെ ചില്ലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുപ്പത്ത് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ ചൂടായോന്ന് അറിയാൻ ഞാൻ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചു കൊടുക്കാം. ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും പിന്നെ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നൂല് പോലെ വെളിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മുടെ മാവ് നല്ല കറക്റ്റ് ആവണം. കുറച്ച് ലൂസായി പോയെങ്കിൽ മുറിഞ്ഞേ കിട്ടുള്ളൂ. ഒരു സൈഡ് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
രണ്ട് സൈഡും ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി വീണ്ടും ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. കണ്ടില്ല, നല്ല അടിപൊളി മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി എല്ലാം ഞാൻ ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട മുറുക്കാണ് ടൊമാറ്റോ മസാല മുറുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അഭിപ്രായമെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.